ഈസാ നബി വരാനായിട്ടുണ്ട് എന്നും മഹ്ദി ഇമാം വരാനായിട്ടുണ്ടെന്നും മനസ്സിലാകാത്തത് നമുക്ക് ഈ മുസ്ലിം സമുദായത്തിന് മാത്രമാണ്. നമ്മളിൽ ആ ചർച്ചയില്ല. 2048 എന്നൊരു കൊല്ലത്തിൽ ഇസ്രായേൽ ഉണ്ടാവില്ല എന്ന് പ്രവചിച്ചിട്ടുള്ള എത്രയോ ജൂതറബികളുണ്ട്. ബെഞ്ചമിൻ നെതന്യാഹു ദി ലാസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇസ്രായേൽ എന്ന പുസ്തകം ഞാൻ കണ്ടിട്ടുണ്ട്. ബെഞ്ചമിൻ നെതന്യാഹു ദി ലാസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇസ്രായേലിന്റെ അവസാന പ്രധാനമന്ത്രി 979 അവര് അമേരിക്കൻ താല്പര്യമുള്ള ഖദർ രാജവംശത്തെ ഷാപാലവിയെ തോൽപ്പിക്കുന്നത്. 979 അന്ന് മുതൽ അവർ അമേരിക്കയുടെ കണ്ണിലെ കരടായി മാറി ഇറാനികൾ. 10-43 കൊല്ലം അന്ന് മുതൽ നിരന്തരമായ യുദ്ധമാണ് ഇറാനിൽ. പിന്നെ നിരന്തരമായ യുദ്ധങ്ങൾ വന്നു. ഗൾഫ് വാറോടുകൂടെ സിറിയയിൽ 2000-ന് ശേഷം അത് ശക്തമായി. ഇറാഖ് അറബ് സമൂഹത്തിലെ ഏറ്റവും ശക്തിയുള്ള രാജ്യമായിരുന്നു ഇറാഖ്. ഏറ്റവും ദുബായിൽ ഒരു മനുഷ്യന് പട്ടിണി സാധാരണ അറബികൾ പട്ടിണി കിടന്നിരുന്ന കാലത്ത് ഏറ്റവും വലിയ സമ്പത്ത് കൊണ്ട് ഉന്നതമായ ജീവിതം നയിക്കുന്ന സിറിയക്കാർ. ആ ജനതയാണ് ഇന്ന് റോഡ് സൈഡിൽ കഞ്ഞിനാക്കി കുടിക്കുന്നത്. എന്തുകൊണ്ട്? ഇവിടെ ഇവരെ ആവശ്യമുണ്ട്. ഡമസ്കസിലാണ് ആൺകുട്ടി ഇറങ്ങി വരിക. അപ്പോൾ ആളുണ്ടാവണം. സുഖരൂപരാണെങ്കിലും ജമാഅത്ത് കഴിഞ്ഞ് തിരിച്ചു. അവർക്ക് അവരെ ഉമ്മാനെയും ബാപ്പാനെയും കൊന്നിട്ടുണ്ട്. അവരെ ഭാര്യ അവരെ മുന്നിലിട്ട് റാപ്പ് ചെയ്ത് കൊന്ന് കണ്ടോരാണ്. അപ്പോൾ അവർക്ക് നേതാവിന് മാത്രമേ ആവശ്യമുള്ളൂ. നേതാവ് വന്നാൽ തന്നെ ഇവരിക്കും എപ്പോഴാണ് നമ്മൾ പോണത്? ഞാൻ നാളെ രാവിലെ പുറപ്പെടും. ഓ എന്നാൽ പുറപ്പെടാം. ഞങ്ങൾ പോണില്ല. അവിടെ ഒതുക്കും. ഞാൻ ഈസാ നബി ഇറങ്ങി വന്നു. ദുബായിലെ ഈസാ നബി ഇറങ്ങി വന്നു നോക്കുക. ദുബായിലാണ്, ഡമാസ്കസിലല്ല. സിഗ്നൽ കിട്ടില്ല. അങ്ങനെ കരിപ്പൂരിൽ ഇറങ്ങുന്ന ഫ്ലൈറ്റിന് സിഗ്നൽ കിട്ടാതെ നെടുമ്പാശ്ശേരി ഇറങ്ങലുണ്ടല്ലോ. ആകാശത്ത് ഇറങ്ങി വരുന്ന ഈസാ നബിക്ക് ഡമാസ്കസിൽ സിഗ്നൽ കിട്ടില്ല. സങ്കല്പിച്ചാളി നടക്കൂല, കാര്യമല്ല. എന്നാൽ സങ്കല്പിക്കാലോ. ഡമാസ്കസിൽ ഇറങ്ങുന്ന ഈസാ നബിക്ക് സിഗ്നൽ കിട്ടാതെ കൊണ്ട് ദുബായിലാണ് ഈസാ നബി ഇറങ്ങിയതെങ്കിലോ? ഇറങ്ങിയപ്പോൾ തന്നെ ഈസാ നബി പറഞ്ഞു, ഇതാ ഞാൻ ഈസാ നബിയാണ്, ഇതാ നമ്മൾക്ക് അനീതി നാടാകെ നടന്നിരിക്കുന്നു. പള്ളിയിലുള്ളവരെ അസർ നിസ്കാരം കഴിഞ്ഞു, നമ്മൾ ജമാഅത്ത് കഴിഞ്ഞാൽ പുറപ്പെടും. എന്ന് പറഞ്ഞാൽ പള്ളിയിൽ 10 ആൾ വാക്യവും. ഈസാ നബി വരുന്നുണ്ടെന്ന് കേട്ടിട്ട് പാഞ്ഞു വന്ന 10 അറബികൾ വാക്യാവൂല. എന്തുകൊണ്ട്? ചണ്ടികളാണ് അറബികൾ. അവർക്കൊരു ചരിത്രമില്ല. ചണ്ടികളാണ് അറബികൾ. അവർക്കൊരു ചരിത്രമുള്ളത് അവർക്കൊരു നേതാവിനെ കിട്ടിയെന്നത് മാത്രമാണ്. പക്ഷെ ആ നേതാവിനെ അവർ പുറം ഭാഗത്ത് മാത്രമേ സ്വീകരിച്ചുള്ളൂ, അകത്ത് സ്വീകരിച്ചില്ല. ഒന്നുമില്ല. അതേസമയത്ത് കുർദികളുടെ വന്നതെങ്കിലോ, ഡമാസ്കസുകളുടെ നടുവിലാണ് വന്നതെങ്കിലോ, ഫലസ്തീനിലാണ് ഇറങ്ങിയതെങ്കിലോ ഒരു പോവനല്ലേ. എന്തുകൊണ്ട്? എവിടേക്ക് പോകുള്ളൂ? 1,35,00,000 ആളുകൾക്കാണ് വീട് നഷ്ടപ്പെട്ടത്. ശരി, ആകെ 2 ചില്ലാനും കൂടിയുള്ളൂ. 1,35,00,000 നാടുമില്ല, വീടുമില്ല. എന്ത് ചെയ്യും? അവർക്ക് എവിടേക്ക പോകണേ? എന്താ പറയാ? അൽഹംദുലില്ലാ, ഞാൻ എത്ര കാലായി നിങ്ങളെ കാത്തിരിക്കണം. വന്നല്ലോ, ആയിക്കോട്ടെ, പരി പോയി കഞ്ഞി കുടിച്ച് പോയി. നമുക്ക് കുറച്ച് ദൂരം പോകാണ്ട്. കഞ്ഞിയൊന്നുമില്ല, പോവാ. നിങ്ങൾക്ക് കുഴക്കില്ലെങ്കിൽ പോകാം, ഞങ്ങൾക്ക് കുഴക്കില്ല. മനസ്സിലായ പറഞ്ഞത്? ഏത് ചണ്ടിയും തിക്താനുഭവങ്ങൾക്ക് വിധേയനായി കഴിഞ്ഞാൽ തയ്യാറാവും. ഏത് ചണ്ടിയും. ഈ അറബികളിൽ നന്നാവും. അവർക്ക് എന്ത് വേണം? തിക്താനുഭവങ്ങൾ ഉണ്ടാവും. പഠിത്തൊന്നും ഉണ്ടാവില്ല. ഒരു സുഖലൂലുപരം. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വെപ്പൺസ് ഉള്ള രാജ്യമാണ് ഇസ്രായേൽ. അമേരിക്കയെ പോലും വെല്ലുന്ന സൗകര്യങ്ങൾ അവരുടെ കയ്യിലുണ്ട്. എന്നിട്ട് 70 ദിവസം കഴിഞ്ഞു, ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്തുകൊണ്ട്? പഠിക്കണം. അതേസമയത്ത് ഞങ്ങൾ ഇനിയും കൊല്ലക്കണക്ക് യുദ്ധം ചെയ്യും എന്ന് ഫലസ്തീനികൾ പറയും. എന്തുകൊണ്ട്? ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു നഷ്ടം ഇസ്രായേലിന് സംഭവിക്കാൻ പാടില്ല.
അറബ് സമൂഹം ഒന്നടങ്ങി വന്നപ്പോൾ 6 ദിവസം കൊണ്ട് യുദ്ധം പൊടിയാക്കി തീർത്തി ഇനി ഒരിക്കലും യുദ്ധത്തിനില്ല എന്ന് പറഞ്ഞ് അറബ് സമൂഹത്തെ ഓടിച്ചവൻ ഇസ്രായേലിയാണ് 1967. അതിൻ്റെ പേര് തന്നെ 6 Day War എന്നാണ്. 6 ദിവസത്തെ യുദ്ധം. ആരൊക്കെയായിരുന്നു അന്ന് ഇസ്രായേലിനെതിരിട്ട്? അന്ന് ആരൊക്കെ ഇസ്രായേലിനെതിരിട്ടത്? ഈജിപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് വിചാരിച്ച്? ഈജിപ്റ്റ് എന്ന ഒരു എന്താ പറയുക, അധികാരത്തിൻ്റെ ശക്തിയുടെ ഒരു രാജ്യമാണ് ഈജിപ്റ്റ്. എന്താ പറയുക, ജോർദാൻ, ലബനാൻ, സിറിയ, ഇവരെല്ലാവരും കൂടി എതിരിട്ടു. വേറെയും പല രാജ്യങ്ങളുണ്ട്, ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യങ്ങൾ എണ്ണിയത്. ഈ രാജ്യങ്ങളെല്ലാം എതിരിട്ടിട്ട് 1-ാം ദിവസം തകർത്തു. 1-ാം ദിവസം തകർത്തു അറബ് രാജ്യങ്ങളെ. അന്ന് ഇത്ര ആയുധം ഇസ്രായേലിന്റെ കയ്യിലില്ല. അന്ന് ഫ്രാൻസിന് വിമാനം ഉണ്ടാക്കി കൊടുക്കുന്ന രാജ്യമാണ് ഈജിപ്റ്റ്. ഫ്രാൻസിനും റഷ്യക്കുമൊക്കെ, മനസ്സിലായില്ലേ? ഫ്രാൻസിനും റഷ്യക്കും എല്ലാം ആവശ്യത്തിനുള്ള യുദ്ധവിമാനങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന രാജ്യമാണ് ഏത്? ഈജിപ്റ്റ്. ആ ഈജിപ്റ്റ് അടക്കമുള്ള രാജ്യങ്ങൾ തോറ്റു. 6-ാം ദിവസം നമ്മൾ യുദ്ധത്തിൽ ഇവർ ഇനി തല്ലരുതേന്ന് പറയാനുള്ള ദിവസമാണ് 6-ാം ദിവസം. 1-ാം ദിവസം തോറ്റു. ഇന്ന് 70 ദിവസം കഴിഞ്ഞു. ആരെവിടെ അടിക്കണുള്ളൂ? അറബ് രാജ്യങ്ങൾ അടിക്കണില്ല. ഒരു സംഘടന, ഹമാസ് ഒരു സംഘടനയാണ്. ഹമാസിനെ അനുകൂലിക്കാത്ത ആളുകൾ ഫലസ്തീനിലുണ്ട്. ഫതഹുള്ളയുണ്ട്, അവർ ഹമാസിനെ അംഗീകരിക്കില്ല. ഫതഹുള്ളയോട് യുദ്ധം ചെയ്തിട്ടാണ് എന്ത് ചെയ്തത്? മനസ്സിലായി പറഞ്ഞത്. അത് അടക്കമുള്ള സംഘങ്ങളോട് യുദ്ധം ചെയ്താണ് ഇവര് ഈ ഫലസ്തീൻ പിടിച്ചെടുക്കുന്നത്. ഈ പാർട്ടി ഹമാസ് പിടിച്ചെടുക്കുന്നത്. PLO ഉണ്ട്, വേറെയും പലതും ഉണ്ട്. അപ്പൊ അവിടെയുള്ള സംഘടനകളുടെ കൂട്ടത്തിലെ ഒരു സംഘടന മാത്രമാണ് എന്ത്? ഒരു രാജ്യം മൊത്തത്തിലുമല്ല. ആ രാജ്യത്തിന്റെ ഇപ്പോഴത്തെ അധികാരികൾ ഹമാസാണ് എന്നുള്ളൂ. അതേസമയം ആ രാജ്യത്തെ ഹമാസിനെ അനുകൂലിക്കാത്ത ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് സംഘടനകളുമുണ്ട്. എന്നിട്ടും 6 ദിവസം കൊണ്ട് അറബ് സമൂഹങ്ങളെയും രാജ്യങ്ങളെയും വലിയ അധികാരം, വിമാനങ്ങളും സൗകര്യങ്ങളും എന്താ പറയാ, വലിയ ആയുധങ്ങളും എല്ലാമുള്ള രാജ്യങ്ങളെ ഒരു ദിവസം കൊണ്ട് തോൽപ്പിച്ചിട്ട് 6-ാമത്തെ ദിവസം ഇനി അടിക്കരുതെന്ന് കരിഞ്ഞു പോയി. അതിനേശം അറബികൾ അങ്ങനെ ഒരു കാര്യത്തിന് മെനക്കെട്ടിട്ടുമില്ല. അതേ സമയത്ത് അതിൻ്റെ 100 ഇരട്ടി അല്ല, 1000 ഇരട്ടിയല്ല ഇപ്പോൾ അവരെ കയ്യിലായിട്ടുള്ളൂ. അധികാരം, ശക്തി, സ്വാധീനം എല്ലാം ഉണ്ട്. 70 ദിവസം എന്നിട്ടും കിടക്കുക. ഒരു സംഘടനയോ, ഒരു ചെറിയ സംഘടന, അവർ പറയുന്നു ഞങ്ങൾ ഒരിക്കലും തളർന്നിട്ടില്ല, ഞങ്ങൾ തളരൂല്ല, ഞങ്ങൾക്ക് ഇനിയും എത്രയും യുദ്ധം ചെയ്യാൻ സൗകര്യമുണ്ട്. ഇതിൽ ഹമാസ് തോറ്റാൽ തന്നെ ഇസ്രായേൽ പരാജയപ്പെടും. പിന്നീട് എന്തുകൊണ്ട്? ഒരു ജനത കഷ്ടപ്പെട്ടപ്പോൾ അവർ അതിജയിക്കാൻ പഠിച്ചു. ഒരു ജനത സുഖലോലുപന്മാരായപ്പോൾ അവർ പുറത്തിറങ്ങാതിരിക്കാനും പഠിച്ചു. ഇന്റർനാഷണൽ മീഡിയ ഇന്നലെ പുറത്തുവിട്ട ഒരു ഫോട്ടോ ഞാൻ കണ്ടു. ഒരു ഇസ്രായേലി പട്ടാളക്കാരൻ യുദ്ധത്തിന് പുറപ്പെടാം. അപ്പോൾ അയാൾ ഒരു പോക്കറ്റിൽ ഇവിടെ ഫെറാൻ ലൗലി ഉണ്ട്. ഇപ്പോഴത്തെ ഫെറാൻ ലൗലി പോലെ, ഫെറാൻ ലൗലി എന്നാണ് മനസ്സിലായത്. അതായത് പെണ്ണുങ്ങൾ ചുറുക്കിന് തേക്കുന്ന സാധനം. ഈ പോക്കറ്റിനെടുത്തിട്ട് ഇവിടെ കണ്ണാടിക്ക് നോക്കി, പിന്നെ മറ്റേതെടുത്തിട്ട് വീണ്ടും ഇവിടെ തേച്ചു. ഇവിടേക്ക് പോണേ? പുതിയ പിള്ളേർക്കത്തന്നെയാണോ? എടുക്ക. ആ ജനത തോൽക്കും, ആ ജനത തോറ്റേറ്റിരും. വളരെ സത്യം. ഞാനിപ്പോൾ വളരെ ചിന്തിക്കും. ഈ ജനത ജയിക്കും, പക്ഷെ അറബികൾ തോൽക്കും. എന്തുകൊണ്ട്? അറബികൾ സുഖലോലുപരാണ്. ഇവർ ജയിക്കും, ഇവർ ഷാമികളാണ്. 1900-ന് ശേഷം ഒരു 3-4 രാജ്യങ്ങളിലെ ജനങ്ങൾ അനുഭവിച്ച കഷ്ടപ്പാടിന് കണക്കില്ല. അതൊരു അനിവാര്യതയാണ്.
അന്ന് നമുക്കിത് വേദനയാണ്. ചിഹ്നിതരാണ് വാര്യത. ഏതാണ് രാജ്യങ്ങൾ? ഒന്ന് സിറിയ, ഒന്ന് ഇറാഖ്. മനസ്സിലാണല്ലോ പറഞ്ഞത്. ഒന്ന് ഫലസ്തീൻ, ഒന്ന് ഇറാൻ. നടപടികൾക്ക് ശേഷം അവർ കഷ്ടപ്പെടുക, വലിയ കഷ്ടപ്പെടുക. 979 അവർ അമേരിക്കൻ താല്പര്യമുള്ള ഖദർ രാജവംശത്തെ ഷാപ്പാ നബിയെ തോൽപ്പിക്കുന്നത്. 979 അന്ന് മുതൽ അവർ അമേരിക്കയുടെ കണ്ണിലെ കരടായി മാറി ഇറാനികൾ. 10-43 കൊല്ലം അന്ന് മുതൽ നിരന്തരമായ യുദ്ധമാണ് ഇറാൻ. പിന്നെ നിരന്തരമായ യുദ്ധങ്ങൾ വന്നു. ഗൾഫ് വാറോടുകൂടെ സിറിയയിൽ 2000-ന് ശേഷം അത് ശക്തമായി. ഇറാഖ് അറബ് സമൂഹത്തിലെ ഏറ്റവും ശക്തിയുള്ള രാജ്യമായിരുന്നു ഇറാഖ്. ഏറ്റവും ദുബായിൽ ഒരു മനുഷ്യന് പട്ടിണി സാധാരണ അറബികൾ പട്ടിണി കിടന്നിരുന്ന കാലത്ത് ഏറ്റവും വലിയ സമ്പത്ത് കൊണ്ട് ആ ഉന്നതമായ ജീവിതം നയിക്കുന്ന സിറിയക്കാർ. ആ ജനതയാണ് ഇന്ന് റോഡ് സൈഡിൽ കഞ്ഞിനാക്കി കുടിക്കുന്നത്. എന്തുകൊണ്ട്? ഇവിടെ ഇവരെ ആവശ്യമുണ്ട്. ഡമസ്കസിലാണ് ആൺകുട്ടി ഇറങ്ങി വരിക. അപ്പോൾ ആളുണ്ടാവണം. സുഖരൂപരാണെങ്കിലും ഒരു ജമാഅത്ത് കഴിഞ്ഞ് തിരിച്ചു. അവർക്ക് അവരെ അമ്മാനെയും ബാപ്പാനെയും കൊന്നിട്ടുണ്ട്. അവരെ ഭാര്യ അവരെ മുന്നിലിട്ട് റാപ്പ് ചെയ്ത് കൊന്ന് കണ്ടോരാണ്. അപ്പോൾ ഇവർക്ക് നേതാവിന് മാത്രമേ ആവശ്യമുള്ളൂ. നേതാവ് വന്നാൽ തന്നെ ഇവരിക്കും എപ്പോഴാണ് നമ്മൾ പോണത്? ഞാൻ നാളെ രാവിലെ പുറപ്പെടും. ഓ എന്നാൽ പുറപ്പെടാം. ഞങ്ങൾ പോണില്ല. അവിടെ ഒതുങ്ങും. ഞാൻ ഈസാ നബി ഇറങ്ങി വന്നു. ദുബായിലെ ഈസാ നബി ഇറങ്ങി വന്നു നോക്കുക. ദുബായിലാണ്, ഡമാസ്കസിലല്ല. സിഗ്നൽ കിട്ടിയില്ല. അങ്ങനെയുണ്ടല്ലോ, അങ്ങനെ കരിപ്പൂരിൽ ഇറങ്ങുന്ന ഫ്ലൈറ്റിന് സിഗ്നൽ കിട്ടാതെ നെടുമ്പാശ്ശേരി ഇറങ്ങലുണ്ടല്ലോ. ആകാശത്ത് ഇറങ്ങി വരുന്ന ഈസാ നബിക്ക് ഡമാസ്കസിൽ സിഗ്നൽ കിട്ടില്ല. സങ്കല്പിച്ചാളി നടക്കൂല, കാര്യമല്ല. എന്നാൽ സങ്കല്പിക്കാലോ. ഡമാസ്കസിൽ ഇറങ്ങുന്ന ഈസാ നബിക്ക് സിഗ്നൽ കിട്ടാതെ കൊണ്ട് ദുബായിലാണ് ഈസാ നബി ഇറങ്ങിയതെങ്കിലോ. ഇറങ്ങിയപ്പോൾ തന്നെ ഈസാ നബി പറഞ്ഞു, ഇതാ ഞാൻ ഈസാ നബിയാണ്. ഇതാ നമ്മൾക്ക് അനീതി നാടാകെ നടന്നിരിക്കുന്നു. പള്ളിയിലുള്ളവരെ അസർ നിസ്കാരം കഴിഞ്ഞു, നമ്മൾ ജമാഅത്ത് കഴിഞ്ഞാൽ പുറപ്പെടും. എന്ന് പറഞ്ഞാൽ പള്ളിയിൽ 10 ആൾ വാക്യാവും. ഈസാ നബി വരുന്നുണ്ടെന്ന് കേട്ടിട്ട് പാഞ്ഞു വന്ന 10 അറബികൾ വാക്യാവൂല. എന്തുകൊണ്ട്? ചണ്ടികളാണ് അറബികൾ. അവർക്കൊരു ചരിത്രമില്ല. ചണ്ടികളാണ് അറബികൾ. അവർക്കൊരു ചരിത്രമുള്ളത് അവർക്കൊരു നേതാവിനെ കിട്ടിയെന്നത് മാത്രമാണ്. പക്ഷെ ആ നേതാവിനെ അവർ പുറം ഭാഗത്ത് മാത്രമേ സ്വീകരിച്ചുള്ളൂ, അകത്ത് സ്വീകരിച്ചില്ല. ഒന്നുമില്ല. അതേസമയത്ത് കുർദികളുടെ വന്നതെങ്കിലോ, ഡമാസ്കസുകളുടെ നടുവിലാണ് വന്നതെങ്കിലോ, ഫലസ്തീനിലാണ് ഇറങ്ങിയതെങ്കിലോ ഒരു പോവനല്ല. എന്തുകൊണ്ട്? എവിടേക്കാ പോകുള്ളൂ? ഒരു 1,35,00,000 ആളുകൾക്കാണ് വീട് നഷ്ടപ്പെട്ടത്. ശ്രീ ആകെ 2 ചില കൂടിയുള്ളൂ. 1,35,00,000 നാടുമില്ല, വീടുമില്ല. എന്ത് ചെയ്യും? അവർക്ക് എവിടേക്കാ പോകണേ? എന്താ പറയാ? അൽഹംദുലില്ലാ, ഞാൻ എത്ര കാലായി നിങ്ങളെ കാത്തിരിക്കണം. വന്നല്ലോ, ആയിക്കോട്ടെ, പരി പോയി കഞ്ഞി കുടിച്ച് പോയി. നമുക്ക് കുറച്ച് ദൂരം പോകാണ്ട്. കഞ്ഞിയൊന്നുമില്ല, പോവാ. നിങ്ങൾക്ക് കുഴക്കില്ലെങ്കിൽ പോകാം, ഞങ്ങൾക്ക് കുഴക്കില്ല. മനസ്സിലായ പറഞ്ഞത്? ഏത് ചണ്ടിയും തിക്താനുഭവങ്ങൾക്ക് വിധേയനായി കഴിഞ്ഞാൽ തയ്യാറും. ഏത് ചണ്ടിയും ഈ അറബികളിൽ നന്നാവും. അവർക്ക് എന്ത് വേണം? തിക്താനുഭവങ്ങൾ ഉണ്ടാവും. പഠിത്തമൊന്നും ഉണ്ടാവില്ല. ഒരു സുഖലൂലുപരം. മരത്തിന്റെ കൂട്ടത്തിൽ അരക്കായ്ക്ക് പറ്റാത്ത മരമാണ് റബ്ബർ. ആർക്കെ കിട്ടില്ല. ഒരു ഫർണിച്ചർ, ദുനിയാവിലെ ഒരു ഫർണിച്ചറിനും പറ്റാത്ത മരമാണ് റബ്ബർ. ദുനിയാവിലെ ഒരു അരക്കാശിന് പറ്റാത്ത ഒരു മരം ഉണ്ടെങ്കിൽ അത് റബ്ബറാണ്. ഒന്നിനും പറ്റൂല. ആ വിറകാക്കാൻ വരെ പറ്റൂല. എന്തുകൊണ്ട്? അടുപ്പിനൊരു കൊള്ളി വെക്കുമ്പോഴത്തിന് കത്തിത്തീരും. റബ്ബറിന്റെ വിറക് കൊണ്ട് ഒരാൾ കത്തിക്കാൻ ഒരുങ്ങാണ് എങ്കിൽ അടുപ്പിന്റെ അടുത്ത് തന്നെ നിൽക്കണം. എന്തുകൊണ്ട്? വിറകിന്റെ കൊള്ളി വെക്കുമ്പോൾ കത്തിത്തരുന്നേ. പൊതുവെ അതിന്റെ ഉള്ളിൽ റബ്ബർ ഉണ്ടല്ലോ. മനസ്സിലായില്ലേ പറഞ്ഞത്? അതേ റബ്ബർ കൊണ്ടുവന്നിട്ട് വുഡ് കോംപ്ലക്സിന്റെ സ്റ്റീമിന്റെ ഉള്ളിലേക്ക് കയറ്റും.
അവിടെ ഇട്ടൊരു പുഴുങ്ങൽ പുഴുങ്ങും. ആരെ? കള്ള ഇജിക്കോറ് കാലട ഒന്നിനും പറ്റാതെ കള്ള എന്ന് പറഞ്ഞിട്ട് ഒറ്റപ്പുഴുങ്ങൽ. ഈ ഇത്ര വലുപ്പല്ല റബ്ബർ തടി എന്താവെന്നറിയോ? ആ സ്റ്റീമിൻ്റെ ഉള്ളിലേക്കാണ് കയറ്റി നിറക്കുമ്പോഴത്തേന് ഇത്രയും. അതുകൊണ്ടുണ്ടാകുന്ന നമ്മളെ ഈ ഒരുപാട് ഫർണിച്ചറുകൾ, പല ഓഫീസുകളിലെ മേശകൾ മുഴുവൻ എന്താ? റബ്ബർ. അതെന്തേ? അത് എന്തിനും ജയിക്കും. ഏത് വെള്ളത്തിലിട്ടാലും അത് ആശാവൂല, പൊതുവില്ല, ദ്രവിക്കൂല പെട്ടെന്നൊന്നും. എന്തേ? റബ്ബറല്ലേ? റബ്ബറാണ്. പിന്നെ എന്തേ മുപ്പര് ഇങ്ങനെ ആയത്? മുപ്പർക്ക് അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് യുദ്ധങ്ങളാണ്. ഈസാ നബി വരാനായിട്ടുണ്ട് എന്നും മഹ്ദി ഇമാം വരാനായിട്ടുണ്ടെന്നും മനസ്സിലാകാത്തത് നമുക്ക് ഈ മുസ്ലിം സമുദായത്തിന് മാത്രമാണ്. നമ്മളിൽ ആ ചർച്ചയില്ല. ജൂതന്മാർക്കറിയാം 2048 എന്നൊരു കൊല്ലത്തിൽ ഇസ്രായേൽ ഉണ്ടാവില്ല എന്ന് പ്രവചിച്ചിട്ടുള്ള എത്രയോ ജൂതറബികളുണ്ട്. ബെഞ്ചമിൻ നെതന്യാഹു, ദി ലാസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇസ്രായേൽ എന്ന പുസ്തകം ഞാൻ കണ്ടിട്ടുണ്ട്. ബെഞ്ചമിൻ നെതന്യാഹു, ദി ലാസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇസ്രായേൽ, ഇസ്രായേലിന്റെ അവസാന പ്രധാനമന്ത്രി. ഞാൻ ഈ അടുത്ത ദിവസം ഒരു സ്ഥലത്ത് ഖിയാമത്ത് നാൾ അടുത്തുണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ ആ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു, മറ്റേ എന്നാലിൻ്റെ കിതാബിൽ ഹിജ്റ 1900-ലാണെന്നാണല്ലോ കാണുന്നത്. അപ്പം ഞാൻ 500 കൊല്ലം കൂടി മന്തി കഴിഞ്ഞിട്ട് കൂടെ 500 കൊല്ലമൊക്കെ ഭൂമിക്ക് ഇനി ബാക്കിയുണ്ടെങ്കിൽ നമ്മുടെ ഒരാളും ഈസാ നബി ഒന്നും വരേണ്ടിയില്ല. നിങ്ങൾ ബാസറിന്ന് വന്നാൽ മതി ജനങ്ങൾ പറയും. ഇന്നലെ 2 ചെറുപ്പക്കാർ ഇവിടെ വന്നിരുന്നു. 2 ചെറുപ്പക്കാർ, 2 വലിയക്കാർ. എൻ്റെ പെണ്ണിട്ടല്ല. എന്താ പ്രശ്നം? പെണ്ണിന് പ്രസവിക്കുന്നു. പുതിയ പഠന റിപ്പോർട്ട് പുറത്തു വന്നു. കേരളത്തിലെ 30% സ്ത്രീകൾക്കും വിവാഹത്തിൽ താല്പര്യമില്ല. പെണ്ണുങ്ങൾ നാട്ടിലുണ്ട്, പെണ്ണുങ്ങൾ നാട്ടിലില്ലേ? ഉണ്ട്. പെണ്ണുങ്ങളുണ്ട്, വിവാഹത്തിൽ താല്പര്യമില്ല. ഒരു സിനിമാ നടിയാണെങ്കിലും വിവാഹിതയായി കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷമാണ്. വിവാഹിതയാവുക. ഒരു സിനിമാ നടൻ വിവാഹിതനായി എന്ന് പറഞ്ഞാൽ ഒരു പരിധിയിൽ ഒതുങ്ങിയല്ലോ, വിട്ട് ആക്കിയ ഒരു കാളെ പോലെയല്ലോ. ഒരു സിനിമാ നടിയാണ് വിവാഹിതയായി എന്ന് പറയുമ്പോൾ നമുക്ക് സന്തോഷമാണ്. അതാരോ ആട്ടെ, ഒരു വിവാഹം എന്ന് പറഞ്ഞാൽ ഏതൊരു ജനതയിലും വിവാഹത്തെ നമ്മൾ സന്തോഷിക്കണം. വിവാഹത്തിന് വിളിച്ചാൽ പോകണം. അത് ആരും വിളിച്ചാൽ പോകണം. എന്തുകൊണ്ട്? വിവാഹം എന്നാൽ ഒരു പരിധിയാണ്. മനസ്സിലായില്ലേ പറഞ്ഞത്? ഒരു കുടുംബം, വിവാഹിതരായ ഒരു ഭാര്യ ഭർത്താവ് ഇസ്ലാമിൽ പ്രവേശിച്ചാൽ നിക്കാഹ് മടക്കേണ്ടതില്ല. എന്തുകൊണ്ട്? ഏതൊരു ജനത്തിൻ്റെയും വിവാഹത്തെ ഇസ്ലാം അംഗീകരിക്കും. ഇസ്ലാം അംഗീകരിക്കാത്ത വ്യഭിചാരം മാത്രമാണ്. അത് പൂമാലിട്ട് നിക്കാഹ് ചെയ്തതാണ്. ഇനി തുക വരേണ്ട ആവശ്യമില്ല. ആയിക്കോട്ടെ, അത് അംഗീകരിക്കും. എന്തുകൊണ്ട്? ആ ജനതയുടെ ക്രിയ അങ്ങനെയാണ്. ഒരു ജനതയുടെ ക്രിയ എന്താണ്? ഒരാണ് മുന്നിൽ നിന്ന് അവന്റെ എന്താ പറയാ മുന്താണിയുടെ ബാക്ക് പിടിച്ചിട്ട് പെണ്ണ് നടക്കലായിരിക്കാം. അത് അവരെ രീതി അങ്ങനെ ഇരിക്കാം. എന്നാലും അത് നിക്കാഹെ പരിഹരിക്കും. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? നിക്കാഹ് എന്നത് ഏത് രീതിയിലാണെങ്കിലും അതിന് എന്തൊക്കെ രീതി വ്യത്യാസമുണ്ടെങ്കിൽ ഇസ്ലാം അംഗീകരിക്കും. അതൊരു ജനം നോക്കി നിൽക്കുന്നുണ്ട്. ആ പെണ്ണ് ഇന്ന് മുതൽ അവൻ്റേതാണ്. അവര് നിക്കാഹു അല്ലിഅ്ലാനു, നിക്കാഹ് എന്നാൽ പരസ്യപ്പെടുത്തലാണ്. നിക്കാഹ് എന്ന വാക്കിന്റെ ഒരർത്ഥം പരസ്യപ്പെടുത്തൽ. അതായത് ഈ പുരുഷൻ ഇനി ഈ പെണ്ണിൻ്റെതും ഈ പെണ്ണ് ഇനി ഈ പുരുഷൻ്റെതുമാണ് ഒരു വ്യവസ്ഥപ്പെടുത്തുക. അവന്റെ വണ്ടിയുടെ ബാക്കിലോ അവന്റെ തൊട്ടടുത്ത സീറ്റിലോ പോകാൻ ഇനി അവൾക്കാണ് അർഹത. മനസ്സിലായില്ലേ? പിറ്റേന്ന് വേറൊരാളെ പെണ്ണിനെ മോട്ടോർ സൈക്കിൾ കണ്ടാലോ എൻ്റെടോ, അപ്പോൾ എന്ത് ചെയ്യണം? ഞാൻ വേറെ പെണ്ണ് കെട്ടിയിരുന്നു സർട്ടിഫിക്കറ്റ് കാണിക്കണം. ഇല്ലെങ്കിൽ പോലീസ് പിടിക്കും, ഇല്ലെങ്കിൽ നാട്ടിൽ കൈകാര്യം ചെയ്യും. ഇന്നലെ അല്ലേ കല്യാണ ചോറിന് ഞങ്ങൾ കാണാനല്ലേ മറ്റേ ആ കുട്ടി ഇവിടുന്ന് സ്കൂളിൽ പോയിരുന്നത്? ആ കുട്ടിയല്ലേ ഇത് ഇവിടുന്ന് ഒപ്പിച്ചുകൊണ്ടെന്ന്. വിവാഹം ചെയ്യാതെ ആണെങ്കിലും പിടികൂടും. ഇന്ന് പിടികൂടാത്തത് ഒരു ലിബറലിസം നമ്മുടെ ഇടയിൽ വന്നിട്ടാണ്. ഇന്നലെ വരെയുള്ള അങ്ങനെയല്ല. എന്താ അങ്ങനെ ചിറ്റിക്കളി? ഒരു പെണ്ണിനെ ബസ് സ്റ്റോപ്പിലുള്ള ഒരു പെണ്ണിനെ നോക്കണം വയ്ക്കൂല. എന്തേ? എന്നാ ജോളപ്പണം പോയിക്കോ. എന്തേ അങ്ങനെ പറഞ്ഞില്ലേ? ആ കളി ഇവിടെ നടക്കൂല. ഇത് കുതിരവിടെ മറ്റേ സ്ഥലമല്ല, ഇവിടെ ആണുങ്ങളുണ്ട് പറയില്ലേ? എത്ര പറഞ്ഞിരുന്നു?
അപ്പൊ ഒരു നിക്കാഹ് എന്ന കാര്യത്തെ നമ്മൾ അംഗീകരിക്കണം. അതേത് മതമാണെങ്കിലും, മതമില്ല, ഒരു മതമില്ലാത്ത ജനതയും അവർ നിരീശ്വരവാദികളാണ്, പക്ഷെ വിവാഹിതരാകുന്നു, അതിനെ നമ്മൾ സന്തോഷിക്കണം. എന്തുകൊണ്ട്? അതൊരു വ്യവസ്ഥപ്പെടുത്തലാണ്. മതമല്ല, അത് അവരും പഠിച്ചോ നമ്മൾ ബന്ധമാണ്. അതേസമയത്ത് ഒരു അരക്ഷിതാവസ്ഥ ഒരു സൊസൈറ്റിയിൽ ഉണ്ടാക്കൂല. ഇന്നോ പറയും, മുസ്ലിങ്ങളായ ആളുകൾ മുസ്ലിങ്ങളല്ലേ പെണ്ണന്വേഷിക്കൂ, പെണ്ണുകളെ കിട്ടുന്നില്ല. എന്തുകൊണ്ട്? പെണ്ണില്ലേ നാട്ടിൽ? ഉണ്ട്. എന്തുകൊണ്ട്? പെണ്ണിന് വിവാഹത്തിൽ താല്പര്യമില്ല. അതൊരു പ്രിസനൈസേഷനാണ്, ഒരു ജയിലിലിടൽ. അതിനാവൂല. 30% 2023 30% മലബാർ എന്ന ഓണങ്കറ മൂലയിൽ പെണ്ണുങ്ങൾക്ക് വിവാഹത്തിൽ താല്പര്യമില്ലെങ്കിൽ 2035 എന്ന കൊല്ലത്തിൽ ഈസാ നബി വരുന്നില്ലെങ്കിൽ നിങ്ങൾ തൽക്കാലം ഒരു വരരുതെന്ന് ഒരു മെമ്മോറാണ്ടം അയക്കലാണ്. നിങ്ങൾ എന്ത് വിചാരിച്ച്? ഇനി അതിൻ്റെ ഇടയ്ക്ക് ഒരു പാൻഡമിക് കൂടി വന്നാൽ പറയും വേണ്ട. ഒരു യുദ്ധം വന്നാൽ, ഒരു പാൻഡമിക്, ഇതൊക്കെ ജനതയുടെ മാനസിക നിലവാരത്തെ വ്യത്യാസപ്പെടുത്തും. അപ്പൊ നമ്മൾ ബേജാറാകേണ്ട യുദ്ധത്തിനെ പറ്റി പറഞ്ഞുകൊണ്ട് അതൊക്കെ പറഞ്ഞേ എല്ലാം. അതിനിടയിൽ കുറെ ആളുകൾ മരിച്ചുപോയി, അതവരെ അവധിയാണ്. യുദ്ധത്തിൽ കുറെ ആൾ മരിച്ചില്ലേ, മരിച്ചോട്ടെ. അവധിയത്തെ മരിക്കും, യുദ്ധത്തിലാവും, യുദ്ധത്തിന് പുറത്താവും, അവധി തന്നെ ഇരിക്കും. എനിക്കൊരു പരിചയക്കാരനായ തമാശക്കാരനുണ്ട്. അവൻ എന്നോട് പറയും, 1-2 പലവട്ടം പറഞ്ഞിട്ടുണ്ട്, സുബൈ നിസ്കരിച്ച് ഞാൻ പോരുമ്പോൾ എൻ്റെ ചങ്ങായിമാരൊക്കെ നടക്കാൻ പോകും. പ്രധാനപ്പെട്ട എൻ്റെ ഒപ്പം സുബൈക്ക് പള്ളിക്ക് അങ്ങോട്ട് പോകണേ നമ്മളെ കരയിലുള്ള പ്രധാനപ്പെട്ട 1-2 ആളുകൾ, അവർ നടക്കാൻ പോകും. എന്നെ വിളിക്കും, ഞാൻ പോകില്ല, എനിക്ക് കുറച്ചും കൂടി ഉറങ്ങണം. ഞാൻ പോയി, ഇങ്ങനെ നടന്നോ, എവിടെയെങ്കിലും ചാടി ജീവൻ പോവും, ശ്വാസം കിട്ടാതെ. കുറച്ച് നടന്നു നോക്കുമ്പോൾ ചങ്ങായി നാട് ഓല് എന്നെ വിളിക്കും. എനിക്ക് ഉറക്കാരണം, ഞാൻ മരിച്ചാലും പാടില്ല, കുറച്ച് ഉറങ്ങട്ടെ ചെയ്യാൻ പോകും. അതിൽ 2 ആളുകളിൽ ഒരാൾ പാമ്പ് കടിച്ച് മരിച്ച് നടക്കണതിൻ്റെ ഇടയിൽ, ഒരാൾ ഓട്ടോറിക്ഷ ചുറ്റി മരിച്ച്. ഞാൻ ബാക്കിയാണ്, ഞാൻ നടക്കാൻ പോയിട്ടില്ല. എനിക്ക് മനസ്സിലായി. മറ്റേ ഇതുണ്ടല്ലോ, എന്താ പറയുക, ഓടുന്ന മെഷീൻ, എന്തായാലും പറയാ, ട്രെഡ്മിൽ കണ്ടുപിടിച്ച ആൾ 54-ാമത്തെ വയസ്സിലാണ് മരിച്ചു. കെൻഡാക്കി ചിക്കൻ കണ്ടുപിടിച്ച ആൾ 104 വയസ്സിലാണ് മരിച്ചു. അതൊക്കെ തിന്നണ പണിയായിരുന്നു. ലോകത്ത് ആരോഗ്യം ഉണ്ടാക്കാൻ വേണ്ടി ഓടാന്നത്, ട്രെഡ്മില്ലിൽ ഓടിയിട്ട് വ്യായാമം ഉണ്ടാക്കുന്ന കണ്ടുപിടിച്ച ആൾ 54-ാം വയസ്സിൽ മരിച്ചു. അതൊന്നും വേണ്ട, നിങ്ങൾ തിന്നോളിന്ന് ഓടിപ്പിച്ച ആൾ 104 വയസ്സിൽ മരിച്ചു. സിഗരറ്റ് കണ്ടുപിടിച്ച ആൾ 104 വയസ്സിൽ മരിച്ചു. ഇതൊന്നും കണക്കല്ല. അജൽ ആരെഴുതിയേക്കും? അല്ലാ. കുറച്ചാളുകൾ ഞാൻ മനസ്സിലായില്ലേ, കുറച്ചാളുകൾ അവിടെ യുദ്ധത്തിന് പോയി, യുദ്ധം ഉണ്ടായില്ല, എന്നാലോ ഇന്ന് ജീവിക്കും. നിങ്ങൾ പോസിറ്റീവായി ചിന്തിക്കും. അതിൻ്റെ അർത്ഥം യുദ്ധം ഉണ്ടാക്കിക്കൊല്ലണമെന്നാണോ? അല്ല. നമ്മൾ ഒരു കാര്യം റബ്ബിന് വിട്ടുകൊടുക്കണം. ജീവിതവും മരണമൊക്കെ റബ്ബുമായി ബന്ധപ്പെട്ടതാണ്. അവർ മരിക്കേണ്ട ദിവസം അന്ന് തന്നെയാണ്. അതേസമയത്ത് അവർ അക്രമികൾക്ക് അല്ലാഹു ശിക്ഷ കൊടുക്കും. അവരും ഷഹീദായി മരിച്ചാൽ അവർക്ക് വലിയ കൂലിയും കിട്ടും, അവരുടെ ദോഷങ്ങളൊക്കെ അല്ലാഹു തആല പുറത്തു കൊടുക്കും. ഓട്ടോറിക്ഷത്തിൽ മരിച്ചാൽ അത് ഉണ്ടാവില്ല. യുദ്ധക്കളത്തിൽ മരിച്ചാൽ അല്ലാഹു തആല എല്ലാം പുറത്തു കൊടുക്കും. അതിൻ്റെ അർത്ഥം യുദ്ധം ഉണ്ടാക്കണമെന്നല്ല. നിങ്ങൾ സുഭദ്രമായ കോട്ട കെട്ടിയിരുന്നാലും അതിനമാത്തക്കുനി യുദ്ധരിക്കുമ്പോൾ മൗത്തു, നിങ്ങൾ എവിടെ ഇരുന്നാലും മരണം നിങ്ങളിൽ എത്തിച്ചേരും. സുഭദ്രമായ കോട്ട കെട്ടിയിരുന്നാലും മരിക്കണ ദിവസം മരിക്കും. എന്താണ് മരിക്കും? അപ്പൊ കുറെ ആളുകൾ മരിച്ചു, മരിക്കേണ്ട മരിച്ചു.